രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഇനി ഒരാഴ്ച മാത്രം. ഈ മാസം 9 നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദിവസങ്ങളിൽ കൂട്ടിയും കിഴിച്ചും തലപുകച്ച മുന്നണികൾ മെയ് 4 ഉറ്റുനോക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തി നടത്തിയ പോരാട്ടത്തിൽ തുടർഭരണം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. 90 സീറ്റ് വരെ പുറമേ പറഞ്ഞെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള കണക്കെടുപ്പിൽ 72 മുതൽ 77 സീറ്റ് വരെ ലഭിക്കാമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. പ്രചാരണത്തിന് പിന്നാലെ നേത്ര ചികിത്സയ്ക്ക് വിധേയനായ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം വിശ്രമത്തിലാണ്. മുഖ്യമന്ത്രിയോ ഇടതുപക്ഷത്തെ സംസ്ഥാന നേതാക്കളോ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇക്കുറി പ്രചാരണത്തിനിറങ്ങിയില്ല. 10 വർഷത്തെ ഇടതു ഭരണത്തിന് വിരാമമിട്ട് അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിൽ പ്രകടമാണ്. ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച അണിയറ നീക്കങ്ങളിലേക്ക് വരെ കോൺഗ്രസ് കടന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് അത്തരം ചർച്ചകൾ നടക്കുന്നതിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് അമർഷമുണ്ടെങ്കിലും പോഡ്കാസ്റ്റ് മുതൽ ഡോക്യുമെന്ററി വരെ നീളുന്ന പ്രതിച്ഛായമെടുക്കൽ നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കളെ കേന്ദ്രീകരിച്ച് സജീവമായി തുടരുന്നു. 100-ലധികം സീറ്റ് നേടുമെന്ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDF 80 മുതൽ 90 സീറ്റ് ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നു. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിക്കെതിരായ ജനരോഷവും ഉണ്ടെന്ന കാര്യത്തിൽ മുന്നണിക്ക് സംശയമില്ല. ശക്തമായ തരംഗമുണ്ടായാൽ സീറ്റ് 100 കടക്കുമെന്നും ഇടതു വോട്ടുകൾ തകരുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ചുരുങ്ങിയത് 81 സീറ്റെന്നാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ ടീം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. നിയമസഭയിൽ ഇക്കുറിയും ഉറപ്പായും അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. നേമം, കഴക്കൂട്ട മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം പ്രതീക്ഷ. ശക്തമായ മത്സരം നടന്ന പാലക്കാട് അവസാന ലാപ്പിൽ UDF മുന്നിൽ കയറിയെന്ന ആശങ്ക BJPക്കുണ്ട്. മഞ്ചേശ്വരം, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, ചാത്തന്നൂർ, ആറന്മുള, തിരുവല്ല, ഹരിപ്പാട്, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ വോട്ട് വിഹിതം ഉയർത്തുമെന്നും കണക്കുകൂട്ടുന്നു. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുമായി BJP അവലോകനം നടത്തി. ജില്ലയിൽ പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുമായി പാലക്കാട് BJP നേതൃത്വം. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള നിയോജക മണ്ഡലം അവലോകന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശിന്റെ നേതൃത്വത്തിൽ നടന്നു. പാർട്ടി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അവലോകനം. ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം, കോർ ടീം യോഗം, സാമൂഹിക മാധ്യമ ഇടപെടൽ, ബൂത്ത് പ്രവർത്തനം, സമ്പർക്കം, കുടുംബയോഗം, മഹിളാ യുവജന സമ്പർക്കം, പോസ്റ്റലോട്ട്, മണ്ഡലത്തിൽ നടന്ന രാഷ്ട്രീയ പരിപാടികൾ തുടങ്ങിയവ സംബന്ധിച്ച് ചോദ്യങ്ങളിലൂടെയായിരുന്നു അവലോകനം. UDF, LDF മുന്നണികളുടെ പ്രവർത്തനവും മണ്ഡലം തിരിച്ച് വിലയിരുത്തി. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ പാർട്ടി ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. ഇതര മണ്ഡലങ്ങളിൽ പാർട്ടി നിശ്ചയിച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നെന്നും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നെന്മാറയിൽ സഖ്യകക്ഷിയായ BDJS ആണ് മത്സരിച്ചത്. 3ാം തവണയും LDF വരുമെന്ന NS മാധവൻ. ജില്ല തിരിച്ചും നിരീക്ഷണം, സീറ്റുകൾ കുറയുമെന്നും പ്രവചനം. 3ാം തവണയും LDF കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും ലഭിക്കുന്ന സീറ്റുകളും പ്രവചിച്ച എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ NS മാധവൻ. 75 സീറ്റുകൾ LDF നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. 65 സീറ്റുകൾ UDF നേടിക്കുമെന്നും NS മാധവൻ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ വിശദമാക്കുന്നു. 3 സീറ്റുകൾ വരെ വ്യത്യാസം വന്നേക്കാമെന്നും NS മാധവൻ പറയുകയാണ്. 2021 80 സീറ്റുകളുമായി LDF അധികാരത്തിലെത്തുമെന്ന് NS മാധവൻ വ്യക്തമാക്കിയിരുന്നു. മലപ്പുറവും എറണാകുളവും UDF കോട്ടകളായി തുടരുമെങ്കിലും കണ്ണൂർ, തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ വൻ മുന്നേറ്റം നടത്തി LDF അധികാരം നിലനിർത്തുമെന്നാണ് പ്രവചനം. വയനാട് ജില്ലയിലെ 3 സീറ്റും UDF തൂത്തുവാരി. കോട്ടയം, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ ഇഞ്ചോടിഞ്ച് മത്സരം LDFും UDFും തമ്മിൽ നടക്കുമെന്നും NS മാധവൻ അവകാശപ്പെടുന്നു.